ചായ കറണ്ട് ബില്ല് അടക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ആട്ടാ ഇന്ന് അടച്ചേക്കണേ മറക്കല്ലേ. ഓൺലൈൻ പേയ്മെന്റ് നീ ചെയ്തില്ലേ? എടി നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, പഠിപ്പിച്ചും തന്നേല്ലേടി. പഠിപ്പിച്ചൊക്കെ തന്നേ, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ലേ ചായ. എന്റെ ദൈവമേ, എടി നേഴ്സറി പിള്ളേർക്ക് വരെ ഇതറിയാം, എന്നിട്ട് നിനക്കറിയില്ല. അത് പിന്നെ അങ്ങനെ വേറെ ഉള്ള ഒരു വക തലയിലും കേറ്റൂലല്ലോ. ദേശനീയ കുഷുമ്പോലാണെങ്കിലോ അപ്പ പഠിച്ചോളൂ. ഈ ഫോണിലുണ്ടല്ലോ അങ്ങ് അടച്ചാ പോരെ. എടി ഞാനൊരു പ്രാവശ്യം അടയ്ക്കാൻ മറന്നുപോയി, അപ്പൊ നിനക്ക് അടച്ചൂടെ? ഇതെല്ലാരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെന്ന്. എന്റെ തലയിലോട്ട് കേർത്തില്ല ചായ ഇതൊന്നും. എന്താ കേറാത്തത്? മിനിമം വിദ്യാഭ്യാസമുള്ള ആർക്കും ചെയ്യാവുന്നതല്ലേ. കണ്ടോ 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 എന്ത് കണ്ടോന്ന്? ഇപ്പൊ ഈ ചായം പറഞ്ഞു വന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്തുവഴി? ഞാൻ വെറും +2 കാരി, എനിക്ക് വിദ്യാഭ്യാസം ഇല്ല. ഇതല്ലേ ഈ ചായം പറഞ്ഞതിന്റെ അർത്ഥം? +2ന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എന്തിനാ പറയുന്നത്? മനസ്സിലാക്കാലോ. ഇച്ചായൻ വലിയ മൃഗ ഡോക്ടർ, ഞാൻ വെറും ഒരു +2 കാരി. ഇച്ചായൻ അത്രക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? ആലിസ്, നീ എന്തൊക്കെയാ പറയുന്നേ? വല്ല മജിസ്ട്രേറ്റിനെ കിട്ടി സുഖമായിട്ട് ജീവിക്കായിരുന്നില്ലേ? നിനക്ക് പ്രാന്താണോടി? അത് തന്നെ പ്രാന്ത്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്ത് മനസ്സിലാവുന്നുണ്ട്? ഇച്ചായൻ അബദ്ധത്തിൽ എന്നെ കല്യാണം കഴിച്ചു. ഇപ്പൊ തോന്നുന്നു അത് വേണ്ടായിരുന്നെന്ന്. അതുകൊണ്ടാണ് ഇച്ചായന്റെ വായിൽ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ വീഴുന്നത്. നീ ഇങ്ങനെ കൊണഷ്ടി ചിന്തിക്കുന്ന സമയത്തിന്റെ പകുതി മതി നിനക്ക് ഓൺലൈൻ പേയ്മെന്റ് എന്താണെന്ന് പഠിക്കാൻ പറ്റും. അതെന്താ മനസ്സില്ല, അതുകൊണ്ട് വിഷയം മാറ്റാൻ വേണ്ടി മുട്ടാപ്പോക്ക് പറയുക. ഇച്ചാൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ കുന്ത്രാണ്ടം ഞാൻ പഠിക്കാൻ പോണില്ല. അതെന്റെ വാശിയാണ്, എനിക്കുണ്ട് അഭിമാനം. ഇത് അഭിമാനമല്ല, ദുരഭിമാനം. വിവരം കിട്ടവൾ പഠിക്കാൻ വയ്യ. ആലിസേ, എന്തുവാടി നമുക്ക് വഴക്കുണ്ടാക്കുക? എന്തൊക്കെ കാര്യങ്ങൾ നീ ചെറിയ കാര്യത്തിന് വേണ്ടി ആരെങ്കിലും വഴക്കുണ്ടാക്കുവോ? എന്റെ പൊന്നുകൂടെ, ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പറയുന്നല്ലേടി. ഓൺലൈൻ പേയ്മെന്റ് പഠിച്ചിട്ടുള്ള നന്മയൊന്നും എനിക്ക് വേണ്ട. എന്റെ പൊന്ന് ആലീസെ, ഇനി നിന്നെ അവിടെ ആരെങ്കിലും പുറത്തുനിന്ന് വന്നിട്ട് ഓൺലൈൻ പേയ്മെന്റ് അറിയാവോന്ന് ചോദിച്ചാൽ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് ആർക്കാ? എന്ത് നാണക്കേട്? ആ നാണക്കേട് ഞാനങ്ങ് സഹിച്ച്. ഇപ്പൊ തന്നെ അപ്പുറത്തെ ഉണ്ണിയാർച്ചയെ നോക്ക്. അവിടെയുള്ള ഓൺലൈൻ പേയ്മെന്റ് മൊത്തം അടയ്ക്കുന്ന ഉണ്ണിയാർച്ച. സത്യവാലൻ സാർ ഇത് അറിയാറേ ഇല്ല. അത് ഇച്ചാൻ എങ്ങനെ അറിയാം? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഉണ്ണിയാർച്ച പറഞ്ഞു. എപ്പ പറഞ്ഞു? എപ്പൊ പറഞ്ഞെന്ന് ചോദിച്ചാൽ സമയമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ രണ്ടും കൂടെ ഇങ്ങനെ സംസാരിച്ചു. ഇത് നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഓളത്തിൽ പറയുമായിരുന്നു, അവിടെ വരുന്ന ഓൺലൈൻ പേയ്മെന്റ് മൊത്തം അടയ്ക്കുന്നത് ഉണ്ണിയാർച്ചയാണ്. സത്യവാലൻ സാർ തിരക്കായതുകൊണ്ട് ഇതൊന്നും അന്വേഷിക്കാറില്ലെന്ന്. ഓഹോ, അപ്പൊ അവര് പറഞ്ഞതിന്റെ പുറത്താണ് ഇച്ചായൻ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നത്. അല്ലെങ്കിൽ ഞാൻ ആലോചിക്കായിരുന്നു, ഇതുവരെ ഓൺലൈനിൽ ഒരു പേര് പറയാത്ത ഒരാള് എന്തിനാ ഇപ്പൊ ഇങ്ങനെ പറയണേന്ന്. ഇപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പെരിക്കും മനസ്സിലായത്. ഇത്രയും നേരം +2 ആയിരുന്നു, ഇപ്പൊ ഉണ്ണിയാർച്ച ആവും. അല്ലേലും ഇച്ചായൻ അവരെ കണ്ടപ്പോ തൊട്ട് എന്നോട് ഭയങ്കര പുച്ഛവാ. അങ്ങനെയൊന്നും തുടർന്ന് തന്നെ അവരാണെങ്കിലോ ആണുങ്ങളുടെ ഒരു തലവട്ടം കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ചാടി തുള്ളി ഇങ്ങോട്ട് കയറി വരും. ഇതൊക്കെയാണ്. അല്ലെ, എനിക്കറിയാമല്ലോ എന്ന് ചോദിക്കാം. അവരെന്തിനാ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇച്ചാനോട് വന്ന് വിളമ്പുന്നത്? എനിക്കങ്ങനെ അറിയാം. ഞാൻ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആ പോലീസുകാരനോട് പോയി പറയുന്നുണ്ടോ? പുച്ഛിക്കല്ലേ, പുച്ഛിക്കല്ലേ. സ്വന്തം ഭാര്യനെ പുച്ഛിക്കുന്ന ഒരാണുങ്ങളും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. പെണ്ണുങ്ങളെ മനസ്സറിഞ്ഞ് പ്രാഗിയ, അത് അച്ചട്ടം. അടങ്ങടി. ഓൺലൈൻ പേയ്മെന്റ് അടയ്ക്കാൻ പറഞ്ഞിട്ട് അത് ചെയ്തതുമില്ല, എന്റെ നെഞ്ചത്ത് കയറും. ആദ്യം എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു, സത്യോടും പറഞ്ഞു. പിന്നെ പറഞ്ഞു അവളെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഉണ്ണിയാർച്ചയെ കണ്ടുപഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു. ഇത് ഞാൻ സമ്മതിക്കത്തില്ല, ഇത് ഞാൻ സഹിക്കത്തില്ല. ആലിസേ, എടി ആലിസ്, എടി ഞാൻ ഒരു കാര്യം പറഞ്ഞ അത് അതേ അർത്ഥത്തിൽ വേണം എടുക്കാൻ. അല്ല, നീ നിന്റെ അർത്ഥം അതിൽ കുത്തിക്കേറ്റി വഴക്കുണ്ടാക്കല്ലേ. ഇച്ചാൻ എന്നോട് ഒന്നും പറയണ്ട. കുറെ കാലമായി ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട്. ഇച്ചാൻ എന്നെ കൊണ്ട് നടക്കാൻ ഇഷ്ടമല്ലെങ്കിൽ എന്നെ അങ്ങ് ഡിവോഴ്സ് ചെയ്തേക്ക്. ഇലക്ട്രിസിറ്റി ബില്ലിന്റെ പേരിൽ ഡിവോഴ്സ് ആവുന്ന ആദ്യത്തെ ദമ്പതികളായിരിക്കും നമ്മൾ. അയ്യോ അയ്യോ, കോമഡി. ഈ കോമഡി ആക്കാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കിപ്പൊ ഇല്ല. ആലിസേ, എടി നിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നീ ഒന്നും കൂടെ നോക്ക്. എന്ത് ചെയ്യുമായിരുന്നു? എങ്ങനെയാണ് ഈ ബില്ല് അടയ്ക്കേണ്ടതെന്ന് ചോദിക്കും, അതങ്ങ് അടയ്ക്കും, അത്രേ ഉള്ളൂ. അതിന് നീ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടോടി? കഷ്ടമാണ് കേട്ടോ. ഒരു കഷ്ടവും ഇല്ല. കറണ്ട് ബില്ല് അടക്കാനേ എനിക്ക് മനസ്സില്ല. അടക്കണ്ട, ഞാൻ അടച്ചോളാം.
എന്തൊരു സ്വഭാവമാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പവിത്രനായിരുന്നു. എന്ത് പറ്റി രാവിലെ? ഇല്ലില്ല, ഞാനിങ്ങനെ വെറുതെ പോയപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കയറി എന്നുള്ളതേ ഉള്ളൂ. ആണോ? നമ്മുടെ ഹെൽപ്പ് ഒന്നും വേണ്ടായിരിക്കുമല്ലോ അല്ലേ? എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ പവിത്രനല്ലേ വിളിക്കൂ. പണ്ടൊക്കെ എന്റെ ദൈവമേ, എനിക്ക് ഇരിക്കാനും നിൽക്കാനും പോലും നേരമില്ലായിരുന്നു. പിന്നെ രാവിലെ തൊട്ട് ആൾക്കാർ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. പവിത്ര കറണ്ട് ബില്ല് അടയ്ക്കണം, പവിത്രൻ ടാക്സി വേണം, പവിത്ര പ്ലംബറെ വേണം, പവിത്ര വില്ലേജ് ഓഫീസിൽ പോകണമെന്നും പറഞ്ഞോണ്ട്. ഇപ്പൊ ആൾക്കാർ ഓരോ ഫോണും മേടിച്ച് 4 കൊത്ത് കാര്യം സാധിച്ചു. ഓൺലൈനെ കുറിച്ചാണോ പറഞ്ഞത്? ഓൺലൈനെ കുറിച്ച് ഒരു പുല്ല് പറഞ്ഞുകൂടാത്തവർ ഇപ്പോഴും ഈ നാട്ടിലൊക്കെ ഉണ്ട്. അവർക്ക് ചിലപ്പോൾ പവിത്രന്റെ സഹായം വേണ്ടി വരും. ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്. എല്ലാ ആൾക്കാർക്കും എല്ലാം അറിയാം, ഞാൻ ഒഴികെ എല്ലാം. പവിത്രനൊന്നും അറിയത്തില്ലേ? ഇതൊന്നും എന്റെ തലയെ കയറത്തില്ല. നമ്മൾ ഫോണിൽ പിടിച്ച് 4 കുത്തു കുത്തി പൈസ വല്ലവർക്കും കയറി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയില്ലേ? അത് കറക്റ്റ്. അതാ ഇപ്പൊ നമുക്ക് കറണ്ട് ബില്ല് അടക്കണമെന്ന് വിചാരിക്കും. ഇപ്പൊ പവിത്രൻ പറഞ്ഞ പോലെ ഫോണിൽ കുത്തി എന്തെങ്കിലും അബദ്ധം പറ്റിയാലോ? പൈസ പോയി. അതേസമയം നമ്മൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി നേരിട്ട് അടച്ചാലോ? ഒരു കുഴപ്പമില്ല. കൂടുതൽ എളുപ്പം നോക്കുന്നവരെ അനുഭവത്തിൽ വരുമ്പോ പഠിച്ചോളൂ. പവിത്ര, ഇതൊന്നും കേട്ട് പഠിച്ചേക്കരുത്, നീ വഴി തെറ്റും. ഇപ്പൊ നമ്മുടെ ഓഫീസ് തന്നെ എടുക്കാം. അവിടെ ഈ എഴുത്തുകൂത്തും ഫോൺ വിളിയൊന്നുമില്ല, എല്ലാം ഇമെയിൽ വഴിയാ. പിന്നല്ലാതെ മനുഷ്യരിപ്പോ ചൊവ്വേ പോകുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാൻ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോവുക. കഷ്ടമാണടി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് വരാൻ പോകുന്നത്. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇനി കമ്പ്യൂട്ടർ ചെയ്യും, ഒരു തെറ്റുമില്ലാതെ. അന്നേരം ഈ മൃഗാശുപത്രി കൊണ്ടുവരുന്ന പശുവിന്റെ കാര്യം ഈ പറഞ്ഞ ആളെ ചെയ്യുമോ? മറ്റേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൃഗാശുപത്രിയിൽ മാത്രമല്ല, സാധാരണ ആശുപത്രിയിലും ഇനി കമ്പ്യൂട്ടർ ജോലി ചെയ്തോളും. ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, എനിക്ക് ഹോസ്പിറ്റലിൽ പോകും. ഞാൻ എന്നാ പൊക്കോട്ടെ. നിങ്ങൾ എനിക്ക് സംസാരിക്കും, ഒരേ വിഷയമാണല്ലോ, മനസ്സിലാവും പരസ്പരം. അല്ലേ സാറ് പറഞ്ഞ സത്യമാണോ? എന്ത്? എല്ലാ പണിയും കമ്പ്യൂട്ടർ ചെയ്യുന്നു പറയും. അത് സാറല്ലേ പറഞ്ഞത്? നേരെ സാറിനോടങ്ങ് ചോദിച്ചാ പോരും. പക്ഷെ ഞാനതല്ല ആലോചിക്കുന്നത്. ചേട്ടാ, എല്ലാ പണിയും കമ്പ്യൂട്ടർ ചെയ്താൽ പിന്നെ മനുഷ്യൻ എന്നാത്തിനും കൊള്ളാം.